ആലിസ് വോക്കറിൻ്റെ ഒരു വർക്കാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. എവറിഡേ യൂസ് എന്നാണ് വർക്കിൻ്റെ പേര്. അതായത് ആലിസ് വോക്കർ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ നോവലിസ്റ്റാണ്, പോയറ്റ് ആൻഡ് ആക്ടിവിസ്റ്റാണ്. അത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് ദ കളർ പേർപ്പിൾ എന്നാണ് കേട്ടോ. അപ്പോൾ അവർ ഈ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളെക്കുറിച്ചും അവരുടെ ലൈഫിനെക്കുറിച്ചും റേസ് ഇഷ്യൂസ്, ജെൻഡർ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇവരുടെ വർക്ക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഈ കളർ പേർപ്പിൾ എന്നുള്ള വർക്കും അങ്ങനെ ഒരു വർക്കാണ്. അവർക്ക് അതിന് പുളിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ബ്ലാക്ക് ഫെമിനിസം എന്നുള്ള മൂവ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ വുമണിസം എന്നുള്ള മൂവ്മെൻറ്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് ആലിസ് വോക്കർ. ബ്ലാക്ക് ഫെമിനിസം എന്ന് വെച്ചാൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ പെട്ട സ്ത്രീകളുടെ ഫെമിനിസം എന്നുള്ള മീനിങ്, അവരുടെ റൈറ്റ്സിന് വേണ്ടി പോരാടുക. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് വിമണിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ആയിരിക്കും മിക്കവാറും ഉള്ള ഇവരുടെ വർക്ക്സിനകത്ത് വരുന്നത്. അപ്പം റൂറൽ ബ്ലാക്ക് ലൈഫ്, ട്രഡീഷൻ, ഹെറിറ്റേജ്, സർവൈവൽ ഒക്കെ ഇങ്ങനെയുള്ള തീംസാണ് ഇവരുടെ റൈറ്റിങ്സിനകത്ത് ഇവർ മിക്കവാറും ഉള്ളതിനകത്ത് പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ഈ എവറിഡേ യൂസ് എന്ന് പറയുന്ന 1973 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അവരുടെ ഒരു കളക്ഷൻ ഓഫ് വർക്ക്സിനകത്താണ് ഇത് പബ്ലിഷ്, അതായത് നമുക്ക് പഠിക്കാനുള്ള എവറിഡേ യൂസ് എന്ന് പറയുന്ന ഒരു കളക്ഷനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം ഈ ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ എസ്സേയുടെ. അപ്പോൾ എവറിഡേ യൂസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അത് ഫസ്റ്റ് പേഴ്സൺ നറേഷനിലാണിത് പിന്നെ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് പേഴ്സൺ നറേഷനിലാണിത് പറഞ്ഞു പോയേക്കുന്നത് ഈ ഒരു നറേറ്റർ. അതായത് ഒരു റൂറൽ ആഫ്രിക്കൻ അമേരിക്കൻ മദർ അഥവാ മമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മമ്മ, ആ മമ്മ എന്നുള്ള ക്യാരക്ടറാണ് ഇത് നറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ എന്നിങ്ങനെ പറയുന്ന പോലെ വരും. അപ്പം മമ്മ എന്നുള്ള ക്യാരക്ടറാണ്, അവരൊരു ആഫ്രിക്കൻ അമേരിക്കൻ മദറാണ്, അവരാണ് ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡോട്ടേഴ്സ്, അവരുടെ 2 മക്കളുടെ കാര്യങ്ങളിൽ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. 2 മക്കളുടെ പേരെന്ന് പറയുന്നത് ദി എന്നും മാഗി എന്നുമാണ്. സെൻട്രൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ എന്താണ് ട്രൂ ഹെറിറ്റേജ്. ഓക്കെ, അതാണ് ഇവിടുത്തെ സെൻട്രൽ ഇഷ്യൂ ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് വരുന്നതെന്ന് വെച്ചാൽ എന്താണ് ട്രൂ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റോറിക്കകത്ത് സിമ്പിൾ ആയിട്ടുള്ള ഡൊമസ്റ്റിക് ലൈഫിനെ കുറിച്ചും എവറിഡേ ഒബ്ജക്റ്റിനെ കുറിച്ചും ഫാമിലി റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെയാണ്, അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള കൾച്ചറൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ സ്റ്റോറിക്കകത്ത് അവർ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ നറേഷനകത്ത് കൾച്ചറിനെ കുറിച്ചുള്ള 2 ആറ്റിറ്റ്യൂഡാണുള്ളത്. ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ട്രഡീഷൻ ആണെന്നും, അതായത് മമ്മയുടെ ക്യാരക്ടറും മാഗിയുടെ ക്യാരക്ടറും ഹെറിറ്റേജ് എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു ട്രഡീഷൻ പോലെ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ദി എന്നുള്ള ക്യാരക്ടർ കാണിക്കുന്നത് ഹെറിറ്റേജിനെ ഒരു എസ്തെറ്റിക് ഡിസ്പ്ലേ ആയിട്ടാണ്, എന്ന് വെച്ചാൽ ഒരു ഷോ ഓഫ് പോലെ കാണിക്കുന്നത്. അതാണ് ദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നമുക്ക് നോക്കാം. സോ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് സ്റ്റോറി നമ്മുടെ മമ്മയുടെ മറ്റൊരു പേര് മിസ്സസ് ജോൺസൺ എന്നാണ് കേട്ടോ. അപ്പം മമ്മ എന്താണ്, അവരുടെ യങ്ങർ ഡോട്ടർ ആയിട്ടുള്ള മാഗിയും കൂടി യാർഡിലിരുന്ന് വെയിറ്റ് ചെയ്യുവാണ്. ആർക്ക് വേണ്ടിയാ? മാഗിയുടെ സിസ്റ്റർ ആയിട്ടുള്ള ദി വരാൻ വേണ്ടി. മമ്മയ്ക്ക് 2 മക്കളാണുള്ളത്, ദിയും മാഗിയും. അപ്പം മമ്മയും മാഗിയും കൂടെ ദി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ മുറ്റത്തിരിക്കുവാണ്. അപ്പം മമ്മ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഹാർഡ് വർക്കിംഗ് വുമണാണ്. അവർ എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, പക്ഷെ ഭയങ്കര പ്രാക്ടിക്കൽ നോളജ് ഉള്ളൊരു സ്ത്രീയാണ്. മാഗി എന്ന് പറയുന്നത്, അവരുടെ മകളെന്ന് പറയുന്നത് ഷൈ ആണ്, നെർവസ് ആണ്. ആ കുട്ടിക്ക് അതായത് ഒരു ബേണിൽ നിന്ന്, അതായത് ഒരു ഫയറിൽ നിന്ന് കുറച്ച് ബേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ദേഹത്ത് കുറച്ച് സ്കാർ ഉണ്ട്, ഫിസിക്കൽ സ്കാർസ് ഉണ്ട്. ഓക്കെ, അവരുടെ പഴയ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ ദേഹത്ത് കുറച്ച് പൊള്ളലേറ്റിട്ടുണ്ട്, മാഗിയുടെ ദേഹത്ത്. അതിൻ്റെ സ്കാർസും പൊള്ളലേറ്റ പാടുകളും ഒക്കെ ആയിട്ടാണ് ഈ കുട്ടി ജീവിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഇച്ചിരി ഷൈ ആൻഡ് ഇൻട്രോവേർട്ടഡ് ആണ്. മമ്മ അപ്പോൾ മമ്മ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുവാണ്. അതായത് എന്താണ്, ഒരു റീയൂണിയൻ പോലെ ദിയുമായിട്ട് മമ്മയ്ക്കും മാഗിക്കും കുറച്ച് സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഉള്ളത്. അപ്പോൾ മമ്മ മാഗി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള 2 പേരും. ദിയെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എന്തോ ഒരു ഡിസ്റ്റൻസ് ഇവർ 3 പേര് തമ്മിൽ ഉണ്ട് ദിയുമായിട്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മ ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റിനെ കുറിച്ച് റീകോൾ ചെയ്യുവാണ്. അവരുടെ പഴയ ഹൗസ് ബേൺ ചെയ്തിരുന്നു, അതിനകത്തു നിന്നാണ് മാഗിക്ക് പൊള്ളലേറ്റത്. അപ്പോൾ ഈ ദി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട് കത്തിച്ചാമ്പലാവുന്ന വളരെ സാഡായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിന് ശേഷം ഈ കുട്ടിക്ക് എന്തോ ഒരു ട്രോമ പോലെ വന്ന് ഫാമിലി ലൈഫിൽ നിന്ന് അവർ ദി എന്നുള്ള ക്യാരക്ടർ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുവാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം മാഗിയുടെ മൈൻഡിലും ട്രോമയും ഇതിൻ്റെ ഒരു പെയിനും മെമ്മറിയും ഉണ്ട്. ദി ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആണ് ഫ്രം ഹർ ഫാമിലി മെമ്പേഴ്സ്. അങ്ങനെ ദി ഫൈനലി ഒരു കാറിൽ വരുവാണ് അവരുടെ കമ്പാനിയൻ്റെ കൂടെ വീട്ടിൽ. വളരെ ബ്രൈറ്റ് ആൻഡ് വളരെ കളർഫുൾ ആഫ്രിക്കൻ സ്റ്റൈൽ ക്ലോതിങ്ങിലാണ് ഈ കുട്ടി വരുന്നത്. ആൻഡ് ഇപ്പോൾ അവർ സ്വയം വിളിക്കുന്ന പേര് വാങ്കറോ എന്നാണ്. അതായത് ദി നൗ കോൾസ് ഹെർസെൽഫ് ആസ് വാങ്കറോ.
അതായത് അവരുടെ ദി എന്നുള്ള പേര് ഈ കുട്ടി റിജക്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, വാങ്കറോ എന്നുള്ള പേരാണ് ഈ കുട്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വാങ്കറോയുടെ മീനിങ് എന്ന് വെച്ചാൽ എന്തോ ഒരു, അതായത് റിജക്റ്റ്, ആ ഒരു ഗിവൺ നെയിം ഉണ്ടല്ലോ, ദി എന്നുള്ള പേരെന്ന് പറയുന്നത് കുട്ടി റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ കുട്ടിക്ക് ആ പേര് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, ബിക്കോസ് ദി എന്നുള്ള വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്രഷൻ പോലെയാണ് ഈ കുട്ടിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, അതെന്ന് വെച്ച് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ ട്രഡീഷൻ, അതായത് ഹെറിറ്റേജിനെ ആ ക്യാരക്ടർ കാണുന്നത് കുറച്ച് ഒരു ഈസ്തെറ്റിക്കൽ ഡിസ്പ്ലേ പോലെയാണ് അത് ഹെറിറ്റേജിനെ അല്ലെങ്കിൽ ട്രഡീഷനെ കാണുന്നത്. അപ്പോൾ അതിന് പഴയ പേര് ഇഷ്ടമല്ല, അതൊരു ഒപ്രസീവ് നെയിമായിട്ട് അതിന് തോന്നുന്നു. അതുകൊണ്ട് അത് പുതിയൊരു നെയിം ചൂസ് ചെയ്തു സ്വയം. ആൻഡ് ഇവരുടെ കമ്പാനിയനും സിമിലർ ആയിട്ടുള്ളൊരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം മമ്മ ഭയങ്കര ഈ ദിയുടെ സഡൻ ചേഞ്ചിൽ വളരെ കൺഫ്യൂസ്ഡ് ആണ്. ആൻഡ് മാഗിയും എന്താണ് ഇത് കണ്ടിട്ട്, ഈ ഒരു പുതിയ ചേഞ്ചസ് ഒക്കെ കണ്ടിട്ട് മാഗിയും കുറച്ച് ഇൻറ്റിമിഡേറ്റഡ് ആവുന്നുണ്ട്. ആൻഡ് ഷീ ഹൈഡ്സ് ബിഹൈൻഡ് മമ്മ. ദീ വരുന്ന സമയത്ത് മാഗി എന്താണ് മമ്മയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുവാണ്. ആഫ്റ്റർ അറൈവിങ് ദീ എന്താണ് കുറച്ച് വേറെ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ മറന്ന പോലെ, ആ റൂട്ട്സ്, അവരുടെ പഴയ ഫാമിലി ട്രഡീഷൻ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ഹെറിറ്റേജ് റൂട്ട്സ് ഒക്കെ മറന്ന പോലെ, പഴയ കാര്യങ്ങളെല്ലാം മറന്ന പോലെ ആണ് പെരുമാറുന്നത്. മമ്മയുടെ മാഗിയുടെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നുണ്ട്. ഒരുമാതിരി ഒബ്ജക്ട്സിനെ പോലെയൊക്കെ ഇവരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കരമായിട്ട് എക്സാമിൻ ചെയ്യാൻ തുടങ്ങി, ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി. അപ്പോൾ ഇമോഷണലായിട്ട് ഇൻട്രാക്ട് ഒന്നും ചെയ്യുന്നില്ല ഫാമിലിയുമായിട്ട്, പക്ഷെ ജസ്റ്റ് ഒരു വെളിയിൽ നിന്ന് വന്നൊരു ഔട്ട്സൈഡറിനെ പോലെ അല്ലെങ്കിൽ ഒരു ഒബ്സർവറിനെ പോലെ ഫാമിലിയിലുള്ള ആളുകളെയും ഫാമിലിയിലുള്ള ഒബ്ജക്ട്സിനെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്തങ്ങ് പോവുകയാണ് ഈ കുട്ടി. ഒരു വിസിറ്ററിനെ പോലെ പെരുമാറുവാണ്. അപ്പോൾ ദീ ഇങ്ങനെ വീട്ടിലുള്ള ഓൾഡ് ഐറ്റംസ് ഒക്കെ കണ്ട് ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ടും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടും ബിഹേവ് ചെയ്യുന്നു. അതിൽ 3 ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആൻസസ്റ്റേഴ്സ് യൂസ് ചെയ്ത് ബട്ടർ ചേൺ ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റും ഹാൻഡ് മെയ്ഡ് ബെഞ്ചസും പിന്നെ അതുപോലെ തന്നെ വേറെ സിമ്പിളായിട്ടുള്ള ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സ് ഒക്കെ കണ്ട് ഇവർ ഫോട്ടോ എടുക്കുന്നു. ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടെയൊക്കെ ആര് പെരുമാറുവാണ്, ദീ പെരുമാറുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് മമ്മയുടെ അടുത്ത്, ഞാനിത് എടുത്തോട്ടേന്നും ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ഒബ്ജക്റ്റായിട്ട് ഷോ ഓഫ്, അതായത് ജസ്റ്റ് ഒന്ന് എക്സിബിഷന് വെക്കുന്ന പോലെ, അതായത് ആർട്ടിഫാക്റ്റായിട്ട് ഡിസ്പ്ലേക്ക് വെക്കുന്ന പോലെയൊക്കെ ഞാനിത് എടുത്തോട്ടെ, അല്ലാതെ യൂസ് ചെയ്യാനല്ല, വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് വെക്കാൻ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞ് ഈ ഒരു പെരുമാറ്റം അങ്ങോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പണ്ട് ദീ ഇങ്ങനെ ഇഗ്നോർ ചെയ്തിരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇപ്പോൾ അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, കൾച്ചറിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നു, ഡെക്കറേറ്റീവ് പീസായിട്ട് വെക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അമ്മയ്ക്ക് ഇതൊക്കെ ഇങ്ങോട്ട് ഭയങ്കര ഒരു ഷോക്കായി തോന്നി. മെയിൻ കോൺഫ്ലിക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹാൻഡ് മെയ്ഡ് ക്വിൽറ്റ് ബെഡുകൾ. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് പോലെ ഇവിടെ ഈ ഒരു സ്റ്റോറിക്കകത്ത് വരുന്നത്. അതായത് ഈ ഹാൻഡ് മെയ്ഡ് ക്വിൽറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ ജനറേഷൻ ബൈ ജനറേഷൻ ഫ്രം ജനറേഷൻ ഇത് ഫാമിലി മെമ്പേഴ്സ് പാസ് ചെയ്ത് വന്ന ബെഡാണ് 2 എണ്ണം. അതിനകത്ത് ഓൾഡ് ക്ലോത്ത്സ് ഒക്കെ വെച്ച് പഴയ ആൻസസ്റ്റേഴ്സിൻ്റെ ഗാർമെൻറ്റ്സ് ഒക്കെ വെച്ച് തുന്നിക്കെട്ടിയ ബെഡാണ് 2 എണ്ണം. അപ്പോൾ അത് ആ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഫാമിലി ട്രഡീഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 ബെഡാണ്. അപ്പോൾ ദീക്ക് ഇത് വേണം ആർട്ട് പീസായിട്ട് ചുമ്മാ ഹാങ് ചെയ്തിടാൻ വേണ്ടി. മമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാഗിക്ക് കൊടുക്കാൻ വേണ്ടി മമ്മ പ്രോമിസ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ ദീ അത് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതായത് മാഗിക്ക് ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡില്ല, മാഗി അതിനെ എന്ത് ചെയ്യാണ്, അതിനെ അങ്ങ് യൂസ് ചെയ്ത് നശിപ്പിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ദീ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനെ പ്രിസർവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ആൻസസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഉപയോഗിച്ച് വന്ന കാര്യമായതുകൊണ്ട് ഇതിനെ പ്രിസർവ് ചെയ്താൽ മതി, അല്ലാതെ അതിനെ യൂസ് ചെയ്യേണ്ട എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ് ആരിയ്ക്കുന്നത്, ദീ ഇരിക്കുന്നത്. അപ്പം മാഗി ക്വൈറ്റ്ലി പറയുന്നുണ്ട് ദീ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വിൽറ്റ് 2 എണ്ണം എടുത്തോട്ടെ എന്ന്. അപ്പം മാഗി വളരെ ഹമ്പിളാണ്, ആ കുട്ടിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത പോലെയും പെട്ടെന്ന് കാര്യങ്ങൾ ഗിവപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് മാഗി എന്ന് പറയുന്നത്. ബട്ട് ഇമ്പോർട്ടൻ്റ്ലി മാഗിക്ക് അറിയാം പുതിയൊരു ബെഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. സോ അവർക്ക് ട്രഡീഷനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് മാഗി എന്ത് ചെയ്യണം, അത് ദീക്ക് കൊടുക്കാനായിട്ട് പറയുന്നു. അറ്റ് ദിസ് പോയിന്റ് മമ്മ ഒരു എന്താ പറയുക, എന്തോ ഒരു സഡൻ മൊമെൻ്റ് ഓഫ് ക്ലാരിറ്റി മമ്മ പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അതായത് മമ്മയ്ക്ക് മനസ്സിലായി മാഗിക്ക് ഇതിൻ്റെ ഒരു മീനിങ്, ട്രൂ ആയിട്ടുള്ള മീനിങ് അല്ലെങ്കിൽ വാല്യൂ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു മൈൻഡുണ്ട്. ദീ എന്താണ് കാണിക്കുന്നത്, ഇതിനെ ജസ്റ്റ് ഒരു സിമ്പിൾ ഓഫ് ഡെക്കറേഷനായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അപ്പം മമ്മ ഒരു ഡിസിഷൻ എടുക്കുവാണ്, ദീയുടെ കയ്യിൽ നിന്ന് ക്വിൽറ്റ് മേടിച്ചിട്ട് മാഗിക്ക് കൊടുക്കുവാണ്. ഇതാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദീ വളരെ അപ്സെറ്റ് ആവുന്നു.
അപ്പം എന്നിട്ട് പറയുന്നുണ്ട് മമ്മയ്ക്കും മാഗിക്കും ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയത്തില്ല, അവരൊക്കെ ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയുന്നു. എന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ദീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെറിറ്റേജിനെ കുറിച്ച് അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കുവാണ്. അതായത് ഈ കുട്ടിക്ക് കൾച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് പീസാണ്. മറ്റവർക്ക് രണ്ടുപേർക്കും അതല്ല. അവരത് വാല്യൂ ചെയ്ത് ആ ഹെറിറ്റേജിനെ അതിൻ്റെ ഇമ്പോർട്ടൻസോട് കൊടുത്ത് അതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഡെയിലി, അല്ലേ? അപ്പോൾ എൻഡിങ് സീനിൽ ദീ പോവുകയാണ്. മമ്മയും മാഗിയും കൂടെ പീസ്ഫുള്ളായിട്ട് ഒരുമിച്ചിരിക്കുന്നു. അവരൊരു സിമ്പിൾ ക്വയറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യുവാണ്. അപ്പോൾ സ്റ്റോറി എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദീയുടെ ആ ഒരു ലീവിങ്ങും വേറെ ഡ്രമാറ്റിക് കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി ഇവർ രണ്ടുപേരും കാം ആൻഡ് വളരെ എന്താ പറയുക, പ്രശ്നങ്ങളെല്ലാം റിസോൾവ് ആയിട്ട് വളരെ കാമായിട്ട് മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ദീ എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് തിരിച്ചു വരുവാണ്. ആൻഡ് ആ ഹെറിറ്റേജ് ഡെക്കറേറ്റീവ് പീസായിട്ട് റീക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ദീ വരുന്നത്. അങ്ങനെ അമ്മയായിട്ട് ക്ലാഷ് ഉണ്ടാവുന്നു. മദർ റിയലൈസ് ചെയ്യുന്നത് എന്താണ്, ട്രൂ ഹെറിറ്റേജ് എന്ന് പറയുന്നത് മാഗിക്കാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ, കാരണം മാഗി അതാണ് ഡെയിലി അവിടെയാണ് താമസിക്കുന്നതും അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിനൊരു ഇമ്പോർട്ടൻസ് മാഗി കൊടുക്കുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ സ്റ്റോറി എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഹെറിറ്റേജിന് നല്ല രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആളുകളുടെ കയ്യിൽ തന്നെയാണ് അത് വാല്യബിൾ പീസായിട്ട് ഇരിക്കുന്നത്. അല്ലാതെ ഡിസ്പ്ലേക്ക് വെക്കുന്ന ആളുകളുടെ കയ്യിലല്ല അത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു മോറലിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലാഷ് ഓഫ് വാല്യൂസ് വിത്തിൻ എ ഫാമിലി വരുന്നുണ്ട്. ട്രൂ ഹെറിറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ലിവ്ഡ് എന്നാണ്, അല്ലാതെ ചുമ്മാ ജസ്റ്റ് ഷോ ഓഫ് ചെയ്യുന്നൊരു കാര്യമല്ല ട്രൂ ഹെറിറ്റേജ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അത് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മമ്മ അല്ലെങ്കിൽ മിസ്സസ് ജോൺസൺ പ്രാക്ടിക്കലാണ്, സ്ട്രോങ് ആണ്, റൂട്ടഡ് ഇൻ ട്രഡീഷൻ ആണ്. ഇനിഷ്യലി പാസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലും പിന്നീട് വളരെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ അമ്മയുടെ ക്യാരക്ടർ. പിന്നെ ദീ എന്ന് പറയുന്നത് അവരുടെ മറ്റേ പേര് വാങ്കറോ, എഡ്യൂക്കേറ്റഡ് ആണ്, സ്റ്റൈലിഷ് ആണ്. അവർ ഹെറിറ്റേജിനെ ഒരു ഡിസ്പ്ലേ പീസ് ആയിട്ടാണ് വെക്കാൻ താല്പര്യപ്പെടുന്നത്. വളരെ മോഡേൺ ആൻഡ് സൂപ്പർഫിഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൾച്ചറാണ് ഇവർക്കുള്ളത്. മാഗി ഷൈ ആണ്, ഹംബിൾ ആണ്. ഹെറിറ്റേജ് എന്നുള്ള കാര്യത്തിനെ അവർ ഇമോഷണലിയും പ്രാക്ടിക്കലിയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ക്വിൽറ്റ് ചെയ്യാനൊക്കെ അറിയുന്നു. എന്ന് വെച്ചാൽ ട്രഡീഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഇവർക്ക് നല്ല കഴിവുണ്ട്, അല്ലേ? തീമായിട്ട് വരുന്നത് ഹെറിറ്റേജും ഐഡൻറ്റിറ്റിയാണ് സെൻട്രൽ തീം. അതായത് എന്താണ് ട്രൂ ഹെറിറ്റേജ് എന്നുള്ളതാണ് ഈ സ്റ്റോറി ഡിബേറ്റ് ചെയ്യുന്നത്. ദി ഹെറിറ്റേജിനെ ഒബ്ജക്ട്സ് ആയിട്ടും ഒക്കെയാണ് കാണുന്നത്. മമ്മയും മാഗി അങ്ങനെയല്ല. അതിനെ ഡെയിലി അവരെന്ത് ചെയ്യുകയാണ്, അതിനെ ഒരു ഡെയിലി അത് വെച്ചിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ട്രൂ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഡിസ്പ്ലേഡ്, ഇറ്റ് ഷുഡ് ബി ലിവ്ഡ് എന്നുള്ളതാണ് ഇതൊരു ഷോർട്ട് സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. ദി റെപ്രസെൻ്റ് ചെയ്യുന്നത് മോഡേൺ ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെയും മമ്മയും മാഗിയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രഡീഷണൽ റൂറൽ ലൈഫിനെയാണ്. പിന്നെ അതുപോലെ തന്നെ ദിയുടെ എഡ്യൂക്കേഷനാണ് ആ കുട്ടിക്ക് കോൺഫിഡൻസും മൊബിലിറ്റിയും കൊടുക്കുന്നത്. പക്ഷേ അത് ഫാമിലിയുമായിട്ടൊരു ഡിസ്റ്റൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനെ എംപവർ ചെയ്യാനും പറ്റും, എന്നാൽ ഏലിനേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. ദി അതുപോലെ തന്നെ എന്താണ്, ഈസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മമ്മ കുറച്ചും കൂടി അല്ലെങ്കിൽ മാഗി കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിനാണ് മമ്മയും മാഗിയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സംസാരിക്കുന്നത് ബ്ലാക്ക് കൾച്ചറിനെ കുറിച്ചാണ് ഇത് പറഞ്ഞു പോകുന്നത് ഈ ഒരു സ്റ്റോറി. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന വേറെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോറിയുടെ പിന്നെ അതായത് ദി എന്നുള്ള ക്യാരക്ടറിൻ്റെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കൾച്ചറൽ അവയർനെസ്സിനെ കുറിച്ച് ചോദിക്കാം. പിന്നെന്താണ് ഹെറിറ്റേജ് എന്ന് പറയുന്നത്, എന്താണ് ഹെറിറ്റേജിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് 3 ക്യാരക്ടേഴ്സും ഹെറിറ്റേജിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ചോദിക്കാം. അവരുടെ ആ ഒരു അപ്രോച്ച് എന്താണെന്ന് ചോദിക്കാം.